എല്ലാവർക്കും ഒരു ചോറ് എപ്പിസോഡിലേക്ക് വേണ്ടി സ്വാഗതം. വെൽക്കം ടു JBS സ്റ്റോറീസ്. അപ്പൊ ഇന്ന് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടില്, ക്യാമറയുടെ ബാക്കിൽ. അപ്പൊ പറഞ്ഞു വരുന്നത് ഇന്ന് നമ്മുടെ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. നമ്മള് ഇന്നലെ നിന്ന് കുമരകം വൃദ്ധം ചെക്ക്ഔട്ട് ചെയ്തു. കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങള് കോട്ടയം വരെയൊക്കെ പോയിട്ട് ഇവിടെ ഇപ്പൊ ഉള്ളത് നിങ്ങളെ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഉദയ് ബാക്ക്വാട്ടർ റിസോർട്ട് ആലപ്പുഴ. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് കോട്ടയത്തായിരുന്നു. എന്നിട്ട് ഇവിടെ എത്തുമ്പോ രാത്രി ഒരു 10 മണിയുടെ അടുത്തായി. അതുകൊണ്ട് തന്നെ നമുക്ക് റിസോർട്ടിനെ കുറിച്ച് കുറേ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല. ഫുള്ള് മഴ. അപ്പോ 9 മണി രാത്രിയാവുമ്പോ ഒരു കോൾ വന്നു. ഹലോ നവനീത് സാറിലെ ഉദയ് ബാക്ക്വാട്ടർ നിന്നാണ്, വരുന്നില്ലേ? നമ്മൾ പറഞ്ഞു വരാം. എന്നിട്ട് 9:30 9:45 ആയി കാണും നമ്മൾ എത്തി. ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു, ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഒരു റിസപ്ഷനിസ്റ്റ് നമ്മുടെ കൂടെ, പ്രോപ്പർട്ടീസ് ഒക്കെ രാത്രി ഇരുട്ടായിരുന്നു, എന്നാലും പുള്ളി നമുക്ക് കാണിച്ചു തന്നു ഇവിടുത്തെ എന്താ. അങ്ങനെ കണ്ടത് കൊണ്ട് കണ്ടു, ഇന്ന് പുറത്തിറങ്ങാൻ വേല. അങ്ങനെ കണ്ടത് കൊണ്ട് കണ്ടു, ഇന്നാണെങ്കിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ അവര് പറഞ്ഞു സാറിന് എലൈറ്റ് റൂമിലേക്ക് അപ്ഗ്രേഡേഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മളത് എടുത്തു. രാത്രി റൂമിലെത്തി. റൂം നല്ല നീറ്റ്, വെൽ മെയിൻറ്റൈൻഡ് റൂം. ഇതേപോലത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മുടെ ഉദയ് സമുദ്രയുടെ കോവളത്തുള്ളത്. പക്ഷെ കോവളം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ആലപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 times ബെറ്റർ ആണ്. പിന്നെ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ 10 മണിയായി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എത്തിയിട്ട് കുറച്ച് വിഷ്വൽസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ട് ഓടി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഫുൾ ഡേ ട്രാവലിംഗ് ആയിരുന്നു. അപ്പൊ ഭയങ്കര ക്ഷീണമായിരുന്നു. വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. രാവിലെ 9 മണിയാകുമ്പോൾ വീണ്ടും കോള്. ഹലോ സർ, റെസ്റ്റോറന്റിൽ നിന്നാണ് 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ, സാർ കഴിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു വരാന്ന് പറഞ്ഞു. ടപ്പാന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ട് നമ്മളൊന്ന് വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബാൽക്കണി തുറന്നതും കണ്ടു പെരും മഴ. വിഷ്വലി ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാൽക്കണിയിലെ വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രക്ഷയില്ലാത്തതാണ്. അതായത് നമ്മുടെ ഈ ഡോറ് തുറന്നിട്ട് നമ്മൾ നേരെ കാണുന്നത് കായലാണ്. രാവിലെ ഈ പറഞ്ഞ പോലെ ഉറങ്ങി എഴുന്നേറ്റിട്ടൊന്ന് നോക്കുമ്പോ എല്ലാ ഹൗസ് ബോട്ട്സ് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ലേക്ക് കൂടെ മൊത്തം ഹൗസ് ബോട്ട്സ് ആയിരുന്നു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും മഴ ഇച്ചിരി ശക്തി കൂടി, ഹൗസ് ബോട്ട്സ് ഒക്കെ സൈഡായി നോക്കിയപ്പോ ഈ തോണിയിൽ മീൻ പിടിക്കുന്ന കുറച്ച് ചേട്ടന്മാരെ മാത്രമേ കാണാനുള്ളൂ. എന്നിട്ട് നമ്മള് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞത്
പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻലി നമ്മുടെ കേരള ഒത്തന്റിക് കേരള ഫുഡ് ഉണ്ടല്ലോ, ഫുഡല്ല, ഫുഡിന്റെ സൈഡ് കൊടുക്കുന്ന ചട്നി, സാമ്പാർ, ഇതൊക്കെ നോർമലി നമ്മളെ കേരളത്തിലെ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ പോലും ഒരു 80% മുകളിൽ നോർത്ത് ഇന്ത്യൻസ് ആണ് ഗസ്റ്റ്. അതുകൊണ്ട് തന്നെ അവരുടെ പേരിന് ഒരു സാമ്പാറും ചട്നിയും ഉണ്ടാക്കി വെക്കും. ഇവർക്ക് ഇതിന്റെ ഒത്തന്റിക് ടേസ്റ്റ് അറിയില്ല, ഇവരും കഴിക്കും പോകും. പക്ഷെ ഇവിടുന്ന് കഴിച്ചപ്പോ നമ്മുടെ കേരള ടേസ്റ്റില് നല്ല കിഡിലനായിട്ടുള്ള സാമ്പാറും ചട്നിയും ഒക്കെയായിരുന്നു. അത് മാത്രമല്ല ഡിഷസ് എല്ലാം അടിപൊളിയായിരുന്നു. എന്നിട്ട് ഷെഫിനെ കണ്ടു. നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഷെഫിനെ കണ്ടിട്ട് ഫുഡൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു. അവർക്കൊരു സന്തോഷം. പിന്നെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും നല്ല പ്ലീസിങ് ആയിരുന്നു മുഖത്ത്, അല്ലടി? അതെ. അപ്പോ അടിപൊളിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ റൂമിലെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല മഴ. നമ്മൾ ജസ്റ്റ് റിസപ്ഷനിന്ന് ഒരു കുടയും മേടിച്ചിട്ട് ഇങ്ങനെ പ്രോപ്പർട്ടി നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ ഇവിടുത്തെ മെയിൻ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് പോകാം. അതായത് ഇവിടുത്തെ ബോട്ട് ജെട്ടി, ഇവരുടെ പ്രൈവറ്റ് ബോട്ട് ജെട്ടി. അവിടുന്ന് നമ്മുടെ വേമ്പനാട് ലേക്ക് ഇങ്ങനെ ഫുൾ വിസിബിലിറ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഈ റിസോർട്ടിന്റെ ബോട്ട് ജെട്ടിയിൽ നമ്മളിങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹൗസ് ബോട്ട്സ് കാണാൻ പറ്റും. ഒരുപാടെണ്ണം ദൂരെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ചിലത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്നലെ ചെക്ക് ഇൻ ടൈമിൽ നമ്മുടെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞായിരുന്നു, ഇതാണ് ഇവരുടെ ഏറ്റവും വില കൂടിയ റൂം, പൂൾ വില്ല ടൈപ്പ് റൂമാണിത്. പിന്നെ ഇവിടെ കാണുന്ന ഇതാണ് നമ്മുടെ ഡിലക്സ് റൂമും എലൈറ്റ് റൂമും. ഡിലക്സ് റൂം എന്ന് പറഞ്ഞാൽ താഴെ ആയിരിക്കും, എലൈറ്റ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലായിരിക്കും. നമ്മൾ ഡിലക്സ് ആണ് ബുക്ക് ചെയ്ത് എലൈറ്റിലേക്ക് അപ്ഗ്രഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ലേക്ക് വ്യൂ ഫുഡ് സൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഉദയ് ബാക്ക്വാട്ടേഴ്സ്, അവിടെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ലോണിലായിരിക്കും നോർമലി ഇവരെ വെഡിങ്ങിന്റെ സ്ഥലം അറേഞ്ച് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഒരു ഹാളായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു ഹാള് ഉപയോഗിക്കും. ഈ ഫ്ലോർ മാത്രമല്ല മുകളിലത്തെ ഫ്ലോറിലുണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തരും. ഇത് കിരൺ ഇവിടുത്തെ റെസ്റ്റോറന്റ് മാനേജറാണ്. അപ്പൊ ലഞ്ചൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങളുടെ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ. മൊത്തം UDS സ്റ്റാഫ് ഉണ്ട് ഇവിടെ. ഇറ്റ് വാസ് സോ മച്ച് സർപ്രൈസിങ്. സർപ്രൈസ് ആയോടി? പിന്നെ അല്ല. ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നു ഇന്നലെ കുറച്ച് നേരത്തെ വരണമായിരുന്നു. എത്താൻ പറ്റില്ല, ഫാമിലി ഓറിയന്റഡ് കാര്യങ്ങളായതുകൊണ്ട് കോട്ടയത്തൊക്കെ പോയി.
White no. അതെല്ലാവരും കഴിക്കണേ. നല്ല കേക്കാട്ടെ. ഷെഫിനോട് നല്ലതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. But thanks a lot. Pleasure. അപ്പോൾ നമ്മള് ഉദയ് ബാക്ക്വാട്ടർ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഭയങ്കര കിഡിലൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അതായത് നമ്മള് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. റിസപ്ഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു 2 കുട വേണമെന്ന്. ഒന്ന് റിസോർട്ടൊക്കെ മൊത്തം നടന്ന് കാണണം എന്ന് പറഞ്ഞു. കണ്ടിട്ട് നമ്മള് ലോബിയിലേക്ക് എത്തുമ്പോണ്ട് ഒരു സെക്കൻഡ് സർപ്രൈസ് ഒരു കേക്ക്, അതും നല്ല കിഡിലൻ കേക്ക്. താങ്ക് യു എന്ന് എഴുതിയത്. അവരുടെ എല്ലാ സ്റ്റാഫ്സോടും വന്നിട്ടുണ്ടായിരുന്നു. ഷെഫ് ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി കേക്കായിരുന്നു. നമ്മളോട് കേക്ക് മാത്രമല്ല, അവരുടെ ബിഹേവിയർ, അവരുടെ ഹോസ്പിറ്റാലിറ്റി, അത് പറയാതിരിക്കാൻ. അതന്നെ, നമ്മൾ അതൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഐ എം സോ മച്ച് ഹാപ്പി. വി ആർ സോ മച്ച് ഹാപ്പി. കണ്ണടച്ച് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ UDS റെക്കമെൻഡ് ചെയ്യും. അതായത് UDSന്റെ ഈ ആലപ്പുഴ, UDS ബാക്ക്വാട്ടേഴ്സ്, അതന്നെ UDS ബാക്ക്വാട്ടേഴ്സ് ആലപ്പുഴ റെക്കമെൻഡ് ചെയ്യും. അത് നമുക്ക് റൂം അപ്ഗ്രേഡ് ചെയ്ത് തന്നതുകൊണ്ടോ അല്ലെങ്കിൽ താങ്ക് യു കേക്ക് തന്നതുകൊണ്ടോ അതൊന്നും കൊണ്ടല്ല. ഇഷ്ടമായി. കാരണം ഇന്നലെ നമ്മള് ഫസ്റ്റ് ഡേ വീഡിയോയിൽ നമ്മൾക്ക് കുറെ ഇംപ്രൂവ്മെന്റ്, സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരുവിധം നല്ല ഡീസന്റ് ആയിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. അതെ. പിന്നെ നമുക്ക് റെസ്റ്റോറന്റ് മാനേജർ നമുക്ക് ഇവിടുത്തെ ഹോൾസ് ഒക്കെ, അതായത് ഇവിടെ അതും നമ്മൾ ചോദിച്ചിട്ടൊന്നും അല്ല കേട്ടോ. അതായത് അവിടെ അവരുടെ വാട്ട് ഓൾ ദേ ഹാവ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടായിരുന്നു. അതിൽ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇവളോട് സംസാരിക്കുമായിരുന്നു. ഇവിടുന്ന് വെഡിങ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ കിരൺ അവിടുത്തെ റെസ്റ്റോറന്റ് മാനേജർ കിരൺ ചോദിച്ചു, സാറിന് ഹാള് കാണണം, മുകളിലാണ് ഹാള്. അപ്പോഴേക്കും അവരുടെ സ്റ്റെയറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങൾ 2 മാസം അധികം കല്യാണം ഇല്ലാത്ത മഴയൊക്കെ ആയതുകൊണ്ട്, മഴയാണ്. അങ്ങനെയുള്ളപ്പോഴാണ് അവര് റെനോവേഷൻ ചെയ്യുന്നതും പെയിന്റിങ്ങോ എന്തൊക്കെയോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഹാള് നമുക്ക് കാണിച്ചു തന്നു. നല്ല കിടിലൻ ഹാളാണ്. രണ്ടും നല്ല വലിയ ഹാള്. അപ്പൊ നിങ്ങൾക്ക് ആ ഹോട്ടലിന്റെ നമ്പർ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ കിട്ടും. ധൈര്യമായിട്ട് ബുക്ക് ചെയ്തോ, ഞങ്ങള് ഗ്യാരണ്ടിയാണ്. അതായത് ബേസ് ഡിലക്സ് റൂം മുതൽ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. അത് വേറൊരു കാര്യം. നമ്മൾ പൈസ കൊടുത്തു പോയി നിന്നിട്ട് നമ്മുടെ ജെനുവിൻ റിവ്യൂ തന്നെയാണ് പറയുന്നത്. ഇനി പെയ്ഡ് പ്രൊമോഷൻ വിചാരിക്കണ്ട, ഞാൻ പറയുന്നതൊന്നും തോന്നരുത്. അല്ല, പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് വിചാരിക്കണ്ട. ജസ്റ്റ് ഒരു പെയ്ഡ് സ്ക്രീൻഷോട്ട് ഇവിടെ അയക്കാം. ഞാൻ എന്ന് പറഞ്ഞ ആള് നിങ്ങളോട് നമ്മള് മുമ്പ് ഒരു വീഡിയോ എങ്ങനെ ഒരു ടൂർ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലുണ്ട് ഞാൻ എങ്ങനെയാണ് റൂം ബുക്ക് ചെയ്യാന്നുള്ളത്. ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കുക റിസോർട്ടിന്റെ പേര്. എല്ലാ വെബ്സൈറ്റിലും അതിന്റെ പ്രൈസ് കാണിച്ചു തരും. ഏതാണ് വില കുറവ് എന്നുള്ളത് അവിടെ കയറിയിട്ട് ബുക്ക് ചെയ്യും. ഇവിടെ ഞാൻ ബുക്ക് ചെയ്തത് ഈസ് മൈ ട്രിപ്പ് വഴിയാ. നേരെ മറിച്ച് കുമരകത്ത് ബുക്ക് ചെയ്തത് ഏത് വഴിയാ? അഗോഡ വഴിയാ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഉദയ് ബാക്ക്വാട്ടർ റിസോർട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു ജോറ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.